എന്താണെന്ന് വെച്ചാൽ ഇന്ന് റൂബേബിൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ് May 16. അപ്പോൾ അപ്പൂൻ്റെ റിലേറ്റീവ്സിനെ കുറിച്ചിട്ട് ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് വെച്ച് നടത്താമെന്ന്. പക്ഷെ എല്ലാവർക്കും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയത് കാരണം അപ്പൂൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തണത്, ചുള്ളിക്കൽ വെച്ചിട്ട് തന്നെ നടത്തണത്. അപ്പോൾ ഇനിയും എന്താ രാവിലെ തന്നെ എണീച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രാവിലെ തന്നെ എണീക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ ഇനിയും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ എൻ്റെ ഒരു കസിൻ്റെ അടുത്താണ്, മിച്ചുവിൻ്റെ അടുത്താണ് കേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്താതിൻ്റെ അടുത്ത് അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കൂട്ടെ. എൻ്റെ കല്യാണത്തിനൊക്കെ മിച്ചുവാണ് കേക്ക് ഉണ്ടാക്കി തന്നത്. ഹൽദിക്ക്, സാറ്റർഡേ, മെഹന്തി നൈറ്റ്, റിസപ്ഷനൊക്കെ മിച്ചുവായിരുന്നു. അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ DM ചെയ്യണം. പിന്നെന്താണ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ രാവിലെ എണീറ്റ് അടിച്ചു വാരി തുടക്കാൻ, വീടൊക്കെ കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പുട്ടും പൊട്ടറ്റോ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇന്നലെ ഓൾറെഡി നമ്മൾ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഫസ്റ്റത്തെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഉമ്മ എന്നെ കേക്കും ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇന്നലെ 12 മണിക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് 1 മണിയായപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പം രാവിലെ എണീച്ചിട്ട് ഞാൻ അടുത്ത പരിപാടികളൊക്കെ നോക്കട്ടെ, അത് കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായി, അത് കഴുകി വെച്ചിട്ട് പുട്ടിന് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സവാളില്ല. അങ്ങനെ ചുമന്നുള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ട് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി പൊട്ടറ്റോ കറി ഉണ്ടാക്കാം. ഫസ്റ്റ് കറി ഉണ്ടാക്കട്ടെ ഗൈസ്. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കണവരുണ്ട്. പിന്നെ നമ്മുടെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ബർത്ത്ഡേക്ക് തല ഒഴിഞ്ഞിട്ട് ഒരു വിധവ കരിയൊക്കെ കൊടുക്കുമല്ലോ, അത് റൂബേബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ടോപ്പറിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാനാണ് ഫസ്റ്റ് പോയത്. അതും കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അമ്മേൻ്റെ വീട്ടിലോട്ട് പോയി. ആനുമ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ക്യാഷ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായി. അപ്പുക്ക് ഷർട്ട് എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മേടിക്കാനാണ് പോയത്. മിച്ചു അപ്പോൾ വൈപ്പിൽ കൊണ്ടുവന്നരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോ കയറിയിട്ട് വൈപ്പിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് ടോൾ കേക്ക് ആയത് കാരണം എനിക്കും മിച്ചുക്ക് അപ്പൂക്കൊക്കെ പേടിയായിരുന്നു വീട്ടിലോട്ട് എത്തിക്കണമല്ലോ എങ്ങനെയെങ്കിലും. പതിവില്ലാണ്ട് റോറോക്കാണെങ്കിൽ ഭയങ്കര ഇളക്കമായിരുന്നു. ഞാൻ അവിടുന്ന് ഓട്ടോ കൊണ്ട് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങിയിട്ട്. അപ്പോൾ അപ്പൂക്ക് അങ്ങനെ ദാഹം എന്ന് പറഞ്ഞിട്ട് ലസ്സി കുടിക്കാൻ കയറി ഒരു ഷോപ്പിൽ. ഞാൻ കുടിച്ചില്ല, അവിടെ എനിക്ക് ഇഷ്ടമല്ല ഒന്നും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ പകുതിയോളം നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. ഇതെൻ്റെ കസിൻ പാച്ചുൻ്റെ ഹസ്ബൻഡ് തന്നെ കേട്ടോ, നിയാസ് കാക്ക. നമ്മുടെ കല്യാണത്തിനും അപ്പൂൻ്റെ അവിടുത്തെ റിസപ്ഷനൊക്കെ നിയാസ് കാക്ക തന്നെയാണ് സ്റ്റേജും സൗണ്ടിൻ്റെ ഒക്കെ ഇതിപ്പോൾ ചെയ്യണത് മോട്ടീവൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടീംസാണ് കേട്ടോ. അവർ സിറാജിക്ക എന്ന് പറഞ്ഞിട്ടൊരിക്ക നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. റൂബേബിക്ക് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയിൽ. നായിക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉണ്ടായില്ല, ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പുറത്തു പോയിക്കണായിരുന്നു, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റൂബേബിക്ക് ഇങ്ങനെ ബലൂണൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. നമ്മൾ 5 മണിക്കാണ്ട പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ 5 മണി മാറി 7 മണിയായി. അപ്പോഴത്തേക്ക് ഇത്താത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. താത്ത കറക്റ്റ് 5 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. താത്തയും പിള്ളേരും അച്ചുപ്പ അളിയൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായി വന്ന് ചാച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മയ്ക്കൊക്കെ കുറച്ച് ലേറ്റായി, കാരണം ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉമ്മയും അവന്മാരും വാപ്പയൊക്കെ ലേറ്റായിട്ടാണ് വന്നത്. അവൻ അപ്പൂൻ്റെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായി. ചാച്ചി, പിന്നെ ഒരു ചാച്ചിൻ്റെ മോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ചാച്ചിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ആനുമ്മ എച്ചുവേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ വേറൊരു അമ്മായി. ആനുമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മ, എൻ്റെ വാപ്പേൻ്റെ ഉമ്മ. അതിൻ്റെ അനിയത്തിയാണ് എച്ചുമ്മ. അപ്പൂൻ്റെ വല്യമ്മയും ഇവർ രണ്ടുപേരും ഏട്ടത്തി അനിയത്തിമാരാണ്. ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ റിലേറ്റീവ്സ് ആണെന്ന്. അപ്പോൾ അവർ 3 പേരും കൂടിയപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം പറഞ്ഞിട്ടാ.
റൂബ ബേബി അത്രയും നേരം നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ആൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ എല്ലാവരും ഒന്ന് എണീപ്പിച്ചതിൻ്റെ ഇതാണ് കാണുന്നത്. പിന്നെ ഇപ്പൂൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മണി എന്ന് പറഞ്ഞ പരിപാടി 7 മണി 7:30 ആവാറായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാമി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൂൻ്റെ ഒരു മാമിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായി. മിച്ചു സച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയിലോട്ടായി. പിന്നെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റും ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായി. അമ്മായിയാണ് ഫസ്റ്റ് വന്നത്. അമ്മായി ബേബിക്ക് ഒരു ഇയറിംഗ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ചുപ്പ കുറച്ചിന് പോയിട്ട് വർക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അച്ചുപ്പ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ ബേബിക്ക് ഒരു ബാങ്കിളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പു അനുവൊക്കെ പിന്നെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഷോപ്പിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ടോയ് ഷോപ്പ് ഉണ്ട്. അവിടെ റൂബേബിനായിട്ട് പോകുമ്പോൾ അവൾ ഓരോന്നിലൊക്കെ പിടിച്ച് കളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുത്ത ഗിഫ്റ്റ് തന്നെ ഉണ്ട് അവർ രണ്ടുപേരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ റൂബേബിൻ്റെ ഡ്രസ്സ് ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. റൂബേബിൻ്റെ ഫ്രോക്കൊക്കെ എൻ്റെ മോഡലിൽ തന്നെ ഞാൻ തയ്പ്പിച്ചാണ് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മിക്കതും എന്നെ സ്റ്റിച്ച് ചെയ്യാറുള്ള എൻ്റെ കംഫർട്ടിൽ. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുത്തത്, ആരെ കൊണ്ടാണ് തയ്പ്പിക്കണമെന്നൊക്കെ. ഞാൻ എൻ്റെ കല്യാണത്തിന് മുകളിൽ എല്ലാ ഡ്രസ്സുകളും കല്യാണ ബ്ലൗസ് വരെ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു തത കണ്ട കൊടുത്തു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നമ്മൾ എന്തെങ്കിലും റെഫറൻസ് മോഡലൊക്കെ കൊടുത്താൽ നമ്മുടെ കറക്റ്റ് മോഡൽ നല്ലോണം സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അവർക്കൊരു ഇൻസ്റ്റ പേജ് ഉണ്ട് ഡ്രസ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്താത്തയും അളിയനും പിള്ളേരൊക്കെ ഉണ്ട് വന്നത്. അവരും എല്ലാവരും ഗിഫ്റ്റ് വന്നിട്ടുണ്ടാകുന്നുണ്ട്. റൂബേബിക്ക് എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഒരു 8:30 മണി എന്തോ ആയി. കേക്ക് കട്ടിങ്ങും എല്ലാവർക്കും കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ ഫുഡിൻ്റെ പരിപാടി ആയിരുന്നു. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ എല്ലാ ബോയ്സിനെ വലിയ ആൾക്കാർ വലിയ ബോയ്സിനെയൊക്കെ ഫസ്റ്റ് ഇരുത്തി. പിന്നെ സൈഡിൽ നമ്മുടെ ബാൽക്കണിയിൽ തന്നെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഹോളിലായിരുന്നു പരിപാടി ആയത് കാരണം അതങ്ങനെ ബോയ്സൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് പേര്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ, കാറ്റുള്ളത് കാരണം. റൂബേബിനെ പിന്നെ കുറച്ചിനെ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആള് പിന്നെ വലിയ അലമ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. കരച്ചിൽ ഇതൊന്നും ഉണ്ടായില്ല. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറിറ്റേഷൻ എടുത്തിട്ടും വലിയതൊന്നും കാണിച്ചില്ല കേട്ടോ റൂബേബി. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ 2 പിള്ളേരാണ് റൂബേബിൻ്റെ ഫ്രണ്ട്സ് അല്ല, അവളെ കളിപ്പിക്കാൻ വേണ്ടി വന്ന 2 പിള്ളേരാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പൂൻ്റെ ഒരു ചാച്ചീൻ്റെ മോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അമ്മ രണ്ടുപേരും അതിൻ്റെ ഇടക്ക് അവനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് 5 അടിച്ചു വാരി ഒതുക്കണ ഇതിലാണ്. താൽക്കാലികം മാത്രമാണ് 10 മിനിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് റംസിയെ രംഗത്തോട്ട് ഇറങ്ങുകയാണ്. റംസി ഞാനുണ്ട് കൂടെ താത്താന്നും പറഞ്ഞ് ഇറങ്ങുകയാണ്. ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും നമ്മൾ വിചാരിച്ചതിനെല്ലാം അടിപൊളിയായിട്ട് നടന്നിട്ടാ. അങ്ങനെ ഇപ്പോൾ കുറേ ഒതുക്കാനും ക്ലീനിങ് ഒക്കെ ഉണ്ടായി. വീടൊക്കെ ഭയങ്കര മെസ്സായി കിടക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണും
റൂം എല്ലാം ക്ലീൻ ചെയ്ത് അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്ത്. പിന്നെ എന്നെ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് എല്ലാവരും, ഉമ്മയും ചാച്ചിയും അമ്മായിയും മാമിയും ഇത്താത്തമാരെല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് പോയത് കുറച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാജും ഉണ്ടായിരുന്നു, തന്നെ മോളുണ്ടായി, അവൾ നല്ലോണം ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പം ടൈം ഒരു 12 മണിയാവാറായി. ഇനി കിടക്കാൻ പോണേണ്. അപ്പം അടിപൊളിയായിട്ട് നടന്ന് എല്ലാവർക്കും എനിക്കും നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരെ. സ്റ്റേ ട്യൂൺ. ബൈ.